എന്താടോ പണി? എന്താ ചെയ്യണ്? ആ ഞാനേ കുറച്ച് തിരുമ്പിയ ഉണ്ടായിരുന്നു, മടക്കിയേക്ക. എന്തൊക്കാ? ഞമ്മക്കേ ഇന്നൊന്ന് പുറത്തു പോയാലോ? കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് പോയിട്ട് തന്നെ ഇല്ലല്ലോ. ആ ഞാൻ ഇമ്മാനോടും കൂടി ഒന്ന് സമ്മതം ചോദിക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ അത് മതിയാവും. ഉം. എല്ലേതും ഉമ്മാനോട് ചോദിക്കണം. കല്യാണത്തിന് മുന്നേ അറിഞ്ഞില്ല ഇങ്ങനത്തെ സ്വഭാവമാണെന്നുള്ളത്. ഉമ്മ, എന്താടാ? ഞങ്ങളെ ഇന്നൊന്ന് പുറത്ത് പോകട്ടെ വെച്ചിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ലല്ലോ. പുറത്ത് കറങ്ങാൻ പോവേ? അനക്ക് തലക്ക് സുഖമൊന്നുമില്ല മനെ. പോരാത്തതിന് ഈ പെരന്റെ ഉള്ളിൽ എന്തെല്ലാം ഒരു പണികളുണ്ട് എന്റെ വിചാരം. പിന്നെ അത് മാത്രമൊന്നല്ല, എനിക്കൊരു സ്ഥലം വരെ പോകും വേണം. എനിക്കൊന്ന് നിന്റെ പിന്നാലെ പോരുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം പോവാ കറങ്ങാനൊക്കെ. ആയിക്കോട്ടെ, എന്നാ ഞങ്ങളെ പിന്നാലെ പോരണ്ട്. പിന്നെ കറങ്ങാൻ പോവായിട്ട്. എടി പിന്നെ നമുക്ക് പിന്നെ ഒരു ദിവസം പോവാട്ടോ. ഉമ്മാക്ക് എവിടുക്കോ പോവാനൊക്കെ ഉണ്ടത്ര. ഒരു സാധനം വെച്ചാ വെച്ചോർത്ത് കാണൂല. ഈ ഒരു ഫ്രിഡ്ജിന്റെ മേലെ ഇല്ലാത്ത സാധനങ്ങളില്ല. എവിടുക്ക രണ്ടാളും കൂടി? അത് ഞാൻ ഉമ്മാനോട് പറഞ്ഞില്ലേ, എന്റെ കൂട്ടുകാരന്റെ കല്യാണം ഉണ്ട്, അങ്ങണ്ടാ പോണത്. ഞാനത് മറന്ന്. അല്ല, ഇവളിത് എവിടുക്ക ഈ ചുരിദാറൊക്കെ ഇട്ടുങ്ങാണ്ട് പോണത്? വല്ല അപായം എന്തേലും ഇട്ടിടാൻ പറയാ, അതാണ് ഓൾക്ക് നല്ലത്. ആടി, ഞാനും അത് പറയണമെന്ന് വിചാരിച്ചു. നമുക്ക് അപായമായിട്ട് ചേരുള്ളൂ. നിങ്ങൾ തന്നെയല്ലേ ഇക്കത് എടുത്തന്നതിക്ക്? എടുത്തു തരാനൊക്കെ എടുത്തു പോയി മാറ്റിട്ടിട്ട് ഞാൻ വായോ. പോരുന്നില്ല, കാര്യം കഴിഞ്ഞില്ലേ? പിന്നെ രണ്ടാളും കൂടി പോണൊക്കെ കൊള്ളാം. നേരത്തെ ഇങ്ങോട്ട് പോന്നോളുണ്ടു. ആ കല്യാണം കഴിഞ്ഞ പാട് ഇങ്ങോട്ട് പോന്നോളുണ്ടു. ഇനി കണി കണ്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ കറങ്ങിക്കോളി നിങ്ങൾ നടന്നിട്ട്. ഈ പെരന്റെ ഉള്ളിൽ കേറാൻ നോക്കി. അമ്മ വേഗം വരൂ. ഒരു ദിവസം പെരന്റെ ഉള്ളിൽ ഇരിക്കാൻ ഓൾക്ക് വെച്ച. ഇങ്ങനെ പുറത്തിങ്ങനെ തെണ്ടി നടക്കാൻ എന്താ ഓളെ പെരക്കാരിങ്ങനെ പൈസ കൊടുന്ന് ഏൽപ്പിച്ചിക്കല്ലേ. ഈ സാധനം ഇത് എവിടെ വെച്ചത്? ഇതെന്താണ് കാട്ടണ്? ഞാൻ തിരുമ്പാള് വാഷിംഗ് മെഷീനിൽ ഇടാൻ നിക്കേന്ന്. വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പേ? ഇവിടെ അതിന് ആരും വാഷിംഗ് മെഷീനിലൊന്നും ഇട്ട് തിരുമ്പലില്ല. ആ കല്ലുമ്മട്ട തിരുമ്പിയാ മതി. അല്ല, ഇക്കാരണം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാ തിരുമ്പലേന്ന്. അങ്ങനെ പറഞ്ഞു. ഒന്ന് തോന്നെവിടെ? ഓലത് അപ്പുറത്തുണ്ട്. സായിറേ, എടാ. എന്താ ജിബിളോട് പറഞ്ഞോ ഇവിടെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് എല്ലാവരും തിരുമ്പലേന്ന്? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ? ഓളിപ്പോ പറയണ് ഇജ്ജ് പറഞ്ഞത്ര ഇവിടെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാ തിരുമ്പല്, അതില് തിരുമ്പിക്കോന്ന്. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടോന്ന് ചോദിച്ചു, അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ തിരുമ്പാന്ന് ഇജ്ജ് പറഞ്ഞിട്ടില്ല. പോയിക്കോ. കേട്ടില്ലടി ഓൻ പറഞ്ഞത്? ഓനെ ഇന്റെ മകനാ. ഞാൻ എന്താ പറഞ്ഞാലേ അത് മാത്രം അനുസരിക്കുള്ളൂ. മര്യാദക്ക് പോയിട്ടേ ആ കല്ലുമ്മ തിരുമ്പൂട്. നല്ല ചളി പോവുമ്പോ തിരുമ്പിയ. ഈ വാഷിംഗ് മെഷീനിലൊക്കെ തിരുമ്പിയിട്ടുണ്ടെങ്കിലേ കറണ്ട് ബില്ല് എത്ര ആവുന്ന വെച്ചിട്ടാ. എന്തായാലും എന്റെ പേരെയൊന്നും നടക്കണമൊന്നുമില്ലല്ലോ. എന്റെ മകൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്നെ വേണ്ടേ അടക്കാന്. പോയിട്ടേ ആ കല്ലുമ്മ തിരുമ്പൂട്. ഈ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടേ തിരുമ്പുള്ളൂ. നേരത്തെ ഫോൺ എടുക്കാം. ഹലോ ഉമ്മ, എന്റെ ഈ നേരത്തെ വിളിക്കണ്? അന്റെ താത്താനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കണ്. എന്തു പറ്റിയതാ? പനി കൂടിയതാണ്. പനിയോ? നീ വരുവോ? ഞാൻ എങ്ങനെ ഉമ്മ വരിക? ഇവിടെ ആളില്ലാത്തോണ്ടാണ് ഞാൻ എന്നെ വിളിക്കണേ. ഈ ഒന്ന് വന്ന് നിന്നാളാ. ഇക്കാനോട് ചോദിച്ചു നോക്കട്ടെ, എന്നിട്ടേ ഞാൻ വരാം എന്തായാലും. അപ്പൊ അവിടെ ആളില്ലാതെ ശരിയാവൂലല്ലോ. ആയിക്കോട്ടെ, എന്നാ ഈ വായോ. ആയിക്കോട്ടെ, ശരി എന്നാ.
ആരാടി വിളിക്കണത്? എന്താണ് പ്രശ്നം? അതിക്ക ഉമ്മ വിളിച്ചതാണ്. അവിടെ താത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അത്ര. അപ്പൊ ഒന്ന് ചെല്ലോന്ന് ചോദിച്ചു. അവിടെ ആളില്ല അത്ര നിക്കാന്. അപ്പൊ എന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞു. നമുക്കൊന്ന് പോവല്ലേ? ആ പോവ, ഞാൻ കൊണ്ടാക്കി തരാം. ഈ മാറ്റൂടെ? ആയിക്കോട്ടെ, എന്നാ ഞാൻ വേഗം മാറ്റാം. ഞാനേ ഇമ്മാനോടൊന്ന് സമ്മതം ചോദിച്ചിട്ട് വരട്ടോ. ഉം. എത്ര അടിച്ചൊരാലും വൃത്തിയാവാത്തൊരു സ്ഥലം. എന്താണ് ഇജ്ജ് എന്തിനാ ഇങ്ങനെ വിളിച്ചണത്? മോളെ താത്ത ഹോസ്പിറ്റലിൽ അത്ര ഒന്ന് പോവാനേ. ഇപ്പൊ ഹോസ്പിറ്റലിലേക്കൊന്നും പോവണ്ട. സീരിയസ് ആയിട്ട് കിടക്കൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ പോയാ മതി. ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഓല് വിളിക്കുന്നുണ്ടാവും. അപ്പൊ ചോദിച്ചു നോക്കി എന്താ പാടുന്നുള്ളത്. ഇജ്ജിപ്പൊ പോവാനൊന്നും നിക്കണ്ട. പിന്നെ പോവാ അറിയുള്ളൂട്. എന്തേലും കേൾക്കുമ്പോത്തിന് അങ്ങോട്ട് മണ്ടല. എന്താ ഈ പേരന്റെ ഉള്ളിൽ ഒരു പണിയൊന്നും ഇല്ലല്ലോ. ഓളോട് ഇപ്പൊ തൽക്കാലം പോവണ്ടെന്ന് പറയും. പിന്നെ പോവാ പറയും. ആ ആയിക്കോട്ടെ എന്നാ. ഇവൾക്ക് ഒരു നേരം പോലും പെരന്റെ ഉള്ളിൽ ഇരിക്കാൻ വെച്ച. ഇതെങ്ങനെ വിട്ട ശരിയാവില്ല. എന്താ ഏതിപ്പോ ഉമ്മാനോട് തന്നെ ചോദിച്ചിട്ട് ചെയ്യണല്ലോ. എടി പിന്നെ ഉമ്മ അറിഞ്ഞിപ്പോ പോവണ്ടാന്ന്. പോവണ്ടാന്നോ? അതെന്താ? അറിയില്ല, അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞത്. നമുക്ക് പിന്നെ പോവാ. എന്ത് പറഞ്ഞാലും ഉമ്മ ഉമ്മ ഉമ്മ. സംഭവം ശരിയൊക്കെ തന്നെയാണ്. നിങ്ങൾ ഉമ്മാന്റെ ആകെ ഒരു മകനൊക്കെ തന്നെ ഇക്കാരം. പക്ഷേ സ്വന്തം കാര്യമെങ്കിലേ ഒന്ന് സ്വയം തീരുമാനം എടുക്കൊക്കെ ചെയ്യാം. ഇപ്പൊ കല്യാണം കഴിഞ്ഞതാ. ഇങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഉമ്മ എന്ത് പറയണത് കേട്ടുകൊണ്ട് നിന്നാ മതിയായിരുന്നല്ലോ. എന്താ ഇങ്ങനെയൊക്കെ പറയണേ? നിങ്ങൾ എന്താണ് ഇങ്ങനെ അറിയാനായിട്ട് ചോദിക്കാണ്. ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ അടക്കം ഉമ്മാന്റെ സമ്മതം വേണം. ഇപ്പൊ എന്റെ വീട്ടുകാർക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടപ്പൊ ഇക്ക് വിളിച്ചത്. അപ്പൊ നിക്ക് പോവാതിരിക്കാൻ പറ്റുമോ? ഇതിപ്പോ നിങ്ങളെ പെങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? അത് പറഞ്ഞേരി. നിങ്ങൾ പോവാതിരിക്കുവോ? എന്ത് പറഞ്ഞാലും ഇമ്മ ഇമ്മ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഉമ്മ പറയണത് കേക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഉമ്മ പറയണത് കേക്കണം. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറാണിക്ക. എന്താണ് നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ വർത്താനം? എന്താണ്? ഞാൻ കേൾക്കുന്നുണ്ട്. എന്താണ് ആസ്പത്രിക്ക് പോണതിനെ പറ്റിട്ട് പറയാനാ? അനക്ക് വേണമെങ്കിൽ ഇജ്ജ് പോയിക്കോ. ഓനെ ഇവിടുന്ന് കൊണ്ടുപോകാനൊന്നും പറ്റൂല. മുണ്ടാൻ പറ്റൂല മുണ്ടാൻ പറ്റൂല വിചാരിക്കുമ്പോൾ ഞാൻ എന്റെ മകനെ നല്ല രീതിയിലാണ് വളർത്തിയിരിക്കണത്. അല്ലാതെ അന്നൊന്നും വളർത്തിയ പോലെ ഒന്നും അല്ല. വളർത്തു ദോഷം കാണാനും ഉണ്ട് മകനില്. നല്ല വളർത്തലല്ലേ വളർത്തിയിരിക്കണത്. ഇടി ഒരുമ്പട്ടോളെ ജിന്റെ മകനെ വശത്താക്കാണ് അല്ലേ? അണക്ക് ഞാൻ കാണിച്ചു തരാടി. വശത്താക്കാണ്. ഞാൻ വശത്താക്കുക. അപ്പൊ ഉമ്മ ചെയ്യണ എന്താണ്? അതിനെന്താ പേര് നിങ്ങൾ കണ്ടെത്തിയിരിക്കണത്? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ സൈക്കിൾ തുടങ്ങിയതാ ഇത്. ഇപ്പൊ മാറിയേക്കാരെ സ്വഭാവം എന്ന് വിചാരിക്കുമ്പോഴേ നിങ്ങക്ക് കൂടാണ്. നിങ്ങൾക്ക് നിങ്ങളെ അമ്മ എന്താ പറയണേ അത് മാത്രം. അതിലപ്പുറത്തേക്ക് വേറൊരു വാക്കില്ല. അപ്പൊ ഞാൻ എന്തിനുള്ളത് ഇവിടെ? നിങ്ങൾ പറഞ്ഞേരി. നിങ്ങൾ എന്തിന് കെട്ടിക്കൊടുന്ന നിങ്ങളെ സ്വഭാവം മാറ്റാൻ പോണില്ലെങ്കിലേ ഞാൻ എന്തായാലും എന്റെ പെരേക്ക് പോവാ. ഇനി ഇവിടെ നിന്നിട്ടേ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ അടുക്ക് പോയിക്കോളാം. അത് നടക്കുള്ളൂ. പോവാണേ പോയിക്കോട്ടെടാ. അനക്ക് ഇനി വേറെ പെണ്ണെട്ടണോ? ഇമ്മ നേരാക്കി തരാം അനക്ക് വേറെ കല്യാണൊക്കെ. ഇതിക്കും തോന്നെ സ്ത്രീധനം വാങ്ങിയിട്ട് അനക്ക് കല്യാണം കേൾക്കാം. ഓള് പോവാണെങ്കിൽ പോയി പണിയൊക്കെട്ടേന്ന്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു പെരക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. അതെ, നിങ്ങളമ്മ പറഞ്ഞ ശരിയാ. നിങ്ങൾക്ക് വേറെ പെണ്ണിനെ നിങ്ങളമ്മ ഒപ്പിച്ചു തരും. പക്ഷേ ഇതുപോലെ തന്നെ അപ്പോഴും നിങ്ങളെ ജീവിതം കണ്ടോളുണ്ടോ? നിങ്ങൾക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിലേ നല്ലപോലെ ജീവിക്ക. സ്വന്തം കാര്യമൊക്കെ ഒന്ന് സ്വയം തീരുമാനിക്ക. അല്ല നിങ്ങൾക്ക് നിങ്ങളമ്മ പറഞ്ഞത് മാത്രമേ പറ്റൂന്നുണ്ടെങ്കിലേ അവൻ അങ്ങനെ തന്നെ അവിടെ നിന്ന് പോവുള്ളൂ. ഇങ്ങക്ക് ഇപ്പൊ സമാധാനമായല്ലേ? ഇജു പോള സൈഡാണ് ല്ലേ? ഇപ്പൊ ഉമ്മാക്ക് എല്ലേതും മനസ്സിലായടാ. നിന്റെ ഭാഗത്ത് നിൽക്കാൻ ആരും ഇല്ല എന്നുള്ളത്. ഇജു ഞാൻ എന്റെ പെണ്ണുങ്ങളെ പിന്നാലെ പൊയ്ക്കോ. പൊയ്ക്കോ. ഇമ്മ ഇമ്മന്ന് വിളിച്ചു കണ്ട് ഇന്റെ അടുത്തേക്ക് വരണ്ട. അന്നെ നല്ല രീതിയിൽ വളർത്തിയേ ഇന്നെ തന്നെ ഇജ്ജ് ഇങ്ങനെ ആക്കണം കേട്ടോ.
ആ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുമില്ല.